ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ മിസ്സിംഗ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ ഓയിൽ ചെക്കപ്പ്, നമ്മളൊരു പുകയുടെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഓയിൽ ലെവൽ നോക്കണ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈലൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലൻസിൽ നിന്ന് നല്ല രീതിയിൽ പുക വന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ അഴിച്ചിട്ടാണ് കേട്ടോ. നിലവിൽ ഓയിൽ ഇപ്പോൾ വീണുകൊണ്ടിരിക്കുകയും കാണണേ. കൂടി ഇതിനകത്തുള്ള ഓയിൽ എന്ന് പറഞ്ഞാൽ 300 മില്ലി ഓയിലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് എന്തെങ്കിലും പുതിയ ഓയിൽ ഒഴുകി നടക്കില്ല, ഓയിൽ മാറ്റാം, പുതിയ ഓയിൽ മാറ്റി ഒഴിക്കണം കേട്ടോ. പക്ഷേ നിലവിൽ ഇത്രയും ഓയിൽ ലെവൽ കുറഞ്ഞു പോകണമെങ്കിൽ 1 ലിറ്റർ ഓയിൽ വേണ്ടടുത്ത് 700 മില്ലിയുടെ കുറവാണ് വന്നേക്കണേ. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ സിലിണ്ടർ പ്രശ്നമൊക്കെ തേമാനം വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇത് കംപ്ലൈൻറ്റ് മൈന്യൂട്ടായിട്ട് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വന്ന മിസ്റ്റേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്താൽ പോലും ഇടയ്ക്ക് നമ്മൾ ഓയിൽ ലെവൽ മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. കാരണം ഓയിൽ കുറയുന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ആ സിലിണ്ടറുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ്, അത് സിലിണ്ടർ പിസ്റ്റൺ മാറ്റേണ്ടി വരും. അത് എന്തായാലും അതിൻ്റെ തേമാനം കൊണ്ട് വന്നേക്കുന്ന കംപ്ലൈൻറ്റാണ്. അത് ക്ലിയർ ചെയ്ത് പോയില്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ മെയിനായിട്ടുള്ള ക്രാങ്ക് ഷാഫ്റ്റിലേക്കൊക്കെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം തന്നെ ഓയിൽ ലെവൽ ഇത്ര കുറവുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഉള്ളിലേക്ക് പോകണ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിലേക്ക് സപ്ലൈ ചെയ്യണ ഓയിലിൻ്റെ ഫ്ലോ ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടാവും. ഓയിൽ പമ്പ് ഓൾറെഡി ഒരു 600-650 മില്ലി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഓയിൽ പമ്പ് ശരിക്കും പമ്പ് ചെയ്ത് ഇതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്തേക്കൊക്കെ ഓയിൽ വിടാനുള്ള ഓയിലില്ല, ആകെ 300 മില്ലി ഓയിലുള്ളൂ. അതെന്തായാലും കയറി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഓൾറെഡി വണ്ടിക്ക് വന്നിട്ടുണ്ടാവും. അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നോക്കി അത് ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻ്റ് എന്നുള്ള മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഓയിൽ മാറണുണ്ട്, ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഒന്ന് കയറ്റി ചെക്ക് ചെയ്ത് നോക്കാം. കിലോമീറ്റർ വൈസ് ഒന്നും നോക്കണ്ട. അത്യാവശ്യം ഓട്ടം ഉണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ഒരു കാരണവശാലും നമുക്കൊരു 800 മില്ലി താഴെ ഓയിൽ വരാൻ പാടില്ല. കാരണം ഞാൻ സ്റ്റിക്കിനകത്ത് കറക്റ്റായിട്ട് നോക്കാം. അത് നമുക്ക് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങടേക്ക് വരണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് നോക്കാവുന്നുള്ളൂ. എൻജിൻ വണ്ടി മെയിൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഇത് സ്റ്റിക്ക് ഓപ്പൺ ചെയ്യാം. ശരിക്കും തുടച്ചതിന് ശേഷം വീണ്ടും ഇടാം. ഇതേപോലെ വെറുതെ ഇട്ടതിന് ശേഷം നോക്കാം. അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻഡു മാർക്ക് ഉണ്ട്. ഇൻഡു മാർക്ക് കാണുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിൽ വരെ ഓയിൽ വേണം. അറ്റ്ലീസ്റ്റ് ഇൻഡു മാർക്ക് ഉള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം. അപ്പോൾ നമുക്കിതിന് ഓൾറെഡി ഓയിൽ ചിലവുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം നോക്കണ്ട, ഏറ്റവും ഹൈ ടോപ്പിന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ഈ ലെവൽ തന്നെ ഓയിൽ ലെവൽ കുറയാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തോളണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നോർമൽ സാധാരണ രീതിയിൽ യൂണിക്കോണിൻ്റെ എഞ്ചിനൊന്നും യാതൊരു കംപ്ലയിൻറ്റ് വരില്ല. 1 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ ഓടിയണ വണ്ടി കറക്റ്റായിട്ട് സർവീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടികൾ ഇപ്പോഴും ഇവിടെ ഓടുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിനോ ക്ലച്ച് ഡിസ്ക് പോലും മാറ്റേണ്ടാത്ത കണ്ടീഷനിൽ ഓടണ വണ്ടികളുണ്ട്. ആ കൂടി വന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് വരാം. അത് കൈയോടെ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ വലിയ കംപ്ലയിൻറ്റിലേക്ക് പോവില്ല, അത് റെഡിയായി പോയിക്കോളും. അപ്പോൾ നിലവിലിപ്പോൾ ഓയിൽ മാറ്റിയേക്കാം. അത് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്ത് പോകണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ.